നമസ്കാരം, 4UK ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ രണ്ടാം ഭരണത്തിൽ മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ രാജ്യം കണ്ണീർ വാർത്തത്. ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഉല്ലസിച്ചപ്പോഴും മണിപ്പൂരിന്റെ കണ്ണീരൊപ്പാൻ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അവിടെ പോവുകയോ തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാത്തിനും കൂട്ടുനിന്ന കേന്ദ്രത്തിന്റെ കൊല്ലാക്കൊലയ്ക്കും ദ്രോഹങ്ങൾക്കും മറുപടി നൽകുകയാണ് മണിപ്പൂരിന്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ കോൺഗ്രസ് അതിശക്തമായി മുന്നേറുകയാണ്. സംസ്ഥാനത്ത് ആകെ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്, ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും. ഇരു മണ്ഡലങ്ങളിലും NDA സഖ്യകക്ഷികളാണ് നിലവിൽ സിറ്റിംഗ് MP മാരായിട്ടുള്ളത്. എന്നാൽ ഇരു മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നർ മണിപ്പൂരിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ പിന്നിലാക്കി കോൺഗ്രസിന്റെ അങ്കുജ ബിമൽ അക്വൈജ മുന്നേറുകയാണ്. ഔട്ടർ മണിപ്പൂരിൽ NDA സഖ്യകക്ഷിയായ നാഗ പീപ്പിൾസ് ഫ്രണ്ട് സ്ഥാനാർത്ഥി വളരെ പിന്നിലാണുള്ളത്. കുങ്കി മേഗ്തൈ എന്നീ 2 സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചതിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ പറയാം. 200-ലേറെ മനുഷ്യജീവനുകളെ കൊന്നൊടുക്കുകയും 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ലക്ഷത്തിലധികം പേർക്ക് വീടും സ്വത്തും നഷ്ടമാവുകയും ചെയ്ത അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിൽ ആ അക്രമികൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതിന് പിന്നിൽ അധികാരികൾ തന്നെയാണ് എന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നു എന്നതിന് പിന്നിൽ. തൃശൂരിൽ പോലും 3 തവണ വന്നുപോയ നരേന്ദ്രമോദി മണിപ്പൂരിൽ കാലുകുത്തുക പോലും ഉണ്ടായിട്ടില്ല. ലോകം മുഴുവൻ ചുറ്റി നടന്നപ്പോഴും കലാപ സമയത്ത് നരേന്ദ്രമോദിയുടെ കണ്ണുകൾ മണിപ്പൂരിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംസ്ഥാനം കലാപഭൂമിയാകുമ്പോഴും 2 സമുദായങ്ങളുടെ കലാപത്തിൽ മനുഷ്യത്വം എരിഞ്ഞമരുമ്പോഴും വെറും നോക്കുകുത്തിയായി നോക്കി നിന്ന നരേന്ദ്രമോദിയെ തങ്ങൾക്കിനി വേണ്ട എന്ന മണിപ്പൂരിന്റെ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിധ്വനിച്ച് കാണുന്നത്. ഇത് നരേന്ദ്രമോദിക്കും BJPക്കും മണിപ്പൂർ നൽകുന്ന ഒരു പാഠമാണ്. സമുദായങ്ങൾക്കിടയിൽ വർഗീയ വിഷയങ്ങൾ കുത്തിവെച്ചും തമ്മിലടിപ്പിച്ചും മോദി ഭരിച്ച 10 വർഷങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് മണിപ്പൂരിലെ ജനത ഈ തിരഞ്ഞെടുപ്പിലൂടെ എന്നതാണ് വാസ്തവം. എന്തായാലും മണിപ്പൂർ BJPയുടെ കയ്യിൽ നിന്നും പോയി. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ മോദിക്ക് തിരിച്ചടി ലഭിക്കുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.